അങ്ങനെ വിമത ശബ്ദം കണ്ണൂരിൽ ഉയർന്നു. ആ വിമത ശബ്ദം കണ്ണൂരിലും ആലപ്പുഴയിലും ഉയർന്നു. പാർട്ടിയുടെ ഈറ്റില്ലവും പാർട്ടിയുടെ കോട്ടയും എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളാണ്. അപ്പം അവിടെ നിന്ന് ഉയർന്ന ആ വിമത ശബ്ദങ്ങളല്ല, ശരിയായ ശബ്ദം. വിമതൻ എന്ന് പറയാൻ കഴിയുകയില്ല. സ്വന്തമായിട്ട് നിലപാടുള്ള അഭിപ്രായമുള്ളവരുടെ ശബ്ദമാണ് അവിടെ ഉയർന്നത്. മുമ്പ് അഭിപ്രായം പറയാൻ പറ്റൂലായിരുന്നില്ല. പക്ഷേ ഈ ഒരു കനത്ത തോൽവി കാരണം ഇപ്പോൾ ഒരുപാട് പേർക്ക് കാരണഭൂതനെതിരെ ശബ്ദിക്കാനുള്ള സാഹചര്യം ഒരുങ്ങി. അവർക്ക് ശബ്ദം തിരിച്ചു കിട്ടി. അത് നമുക്കറിയാം. ഇവർ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചത്, ഈ 3 പേരും കാണിച്ചത് എന്താണ്? ജി സുധാകരൻ പറഞ്ഞത് 75 വയസ്സ് എന്ന ഒരു പ്രായപരിധി എല്ലാവർക്കും ബാധകമായിരിക്കണം ആണെങ്കിൽ, അല്ലേ? അതെ. അല്ലെങ്കിൽ പിണറായി വിജയൻ മത്സരിക്കാൻ പാടില്ല. പിണറായി അത് അദ്ദേഹം ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിലും സൂചന അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് എന്താണ് അദ്ദേഹത്തിൻ്റെ സൂചന. അപ്പം പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് പിണറായി വിജയൻ ജി സുധാകരനെ എന്തിനാണ് ഭയന്നത്? അതെ, ജി സുധാകരന് ഭയം തന്നെയായിരുന്നു. ജി സുധാകരൻ സത്യസന്ധനാണല്ലോ. സത്യസന്ധന്മാരെ അവർ പഠിപ്പിക്കില്ല. ഈ എന്താണ് വളരെ മോശം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ അവിടെ മുൻഗണന കൊടുക്കാറുള്ളത്. ഇതുപോലെ സത്യസന്ധൻ സുരേഷ് കുറുപ്പ് കണ്ടില്ലേ? എത്രയോ പേര് നല്ല മനുഷ്യരുണ്ട്. ആ നല്ല മനുഷ്യരെ ഒന്നും അടുപ്പിക്കില്ല. ഇതുപോലെ കാട്ടുകള്ളന്മാരെ, ഇതുപോലെ ഈ കച്ചവടക്കാരന്മാരെ, ഏജന്റുമാരെ നടക്കുന്നവർക്കാണ് മുൻഗണന. അല്ലെങ്കിൽ കുപ്രസിദ്ധ പീഡനക്കാരനും ഒക്കെ അവിടെ വരും. സുധാകരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ അത് മറന്നിട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാം പിണറായി സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാവില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരുടെ പ്രകടനവും ഒന്നാം പിണറായി സർക്കാർ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. അവിടെ ആകെ ഒരാൾക്കെതിരെ ആരോപണം ഉയർന്നുള്ളൂ, അത് പിണറായി വിജയൻ. ശ്രദ്ധിച്ചറിയാം, സ്വർണ്ണക്കടത്തും കരിമണൽ കർത്തായുടെ ഡയറി, മാസപ്പടി ഡയറി. അപ്പം വേറെ ഒരു മന്ത്രിമാർക്കെതിരെ അവിടെ ഇത് ഉയർന്നില്ല, അല്ലേ? ശശീന്ദ്രൻ ഉണ്ടായിരുന്നു. ശശീന്ദ്രൻ ഉണ്ടായിരുന്നു. അന്നേ ശശീന്ദ്രനെ തിരിച്ചെടുത്തുകൊണ്ട് തെറ്റായ സന്ദേശമാണ് കൊടുത്തത്. അതെ, അതാണ് ചെയ്തത്. ഇങ്ങനെ അതെന്താണ് അവർ ജനത്തിന് മൊത്തം അറിയാം. ശശീന്ദ്രനെ സമ്മതിച്ചതാണ്, അയാളാണ് വിളിച്ചതാണ്, അയാളാണ് സംസാരിച്ചത്. ആ സ്ഥിതിക്ക് രാജിവെച്ച അയാളെ കുറ്റവിമുക്തനാക്കി പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവന്ന് തിരിച്ചെടുത്തു. കാരണം ഇയാളുടെ ബന്ധുവാണ് എന്ന് പറയും. അപ്പം അങ്ങനെ ആ ഒരു മന്ത്രിസഭയിൽ വലിയ കുഴപ്പമില്ല. ഇപ്പം തോമസ് ഐസക് ഉണ്ടായിരുന്നു, ജി സുധാകരൻ ഉണ്ടായിരുന്നു, CPIക്ക് നല്ല മന്ത്രിമാരുണ്ടായിരുന്നു, അല്ലേ? VS സുനിൽകുമാറും എല്ലാം മിടുക്കന്മാരായിട്ടുള്ള മന്ത്രിമാരുണ്ടായിരുന്നു. അപ്പം അന്ന് പിണറായി വിജയന് തീർത്തും ഒരു ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കാനുള്ള കഴിവ് ഇല്ലായിരുന്നു. അതെന്ന് പറഞ്ഞാൽ തോമസ് ഐസക് ഉണ്ട്, ജി സുധാകരന്, അതുപോലെ മുതിർന്ന CPMന്റെ നേതാക്കളെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടല്ലോ. സുഹൃത്താണെങ്കിൽ പോലും പിണറായിയെ ശാസിച്ചെങ്കിലും കൂടെ നിർത്താനുള്ള ഒരു പവർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ തുടർച്ച ഉണ്ടായത്. പക്ഷെ ആ തുടർച്ചയിലാണ് ഈ പാർട്ടിയും ഈ സർക്കാരും എല്ലാം പാർട്ടി സെക്രട്ടറി കൂടെ കിട്ടി കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി എല്ലാം പിണറായി ആയി മാറി. അതങ്ങ് പോട്ടെ, ഇനിയിപ്പം അഖിലേന്ത്യാ സെക്രട്ടറിക്ക് സംസാരിക്കാം. അയാൾക്ക് വോയിസ് തിരിച്ചു കിട്ടി. MA ബേബിക്ക് ഇത്രയും നാള് പിണറായി വിജയനായിരുന്നു സംസാരിക്കുന്നത്. AKG സെന്റർ ഉദ്ഘാടനം ചെയ്യുന്ന, സാധാരണ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയൻ. പാർട്ടി ജനറൽ സെക്രട്ടറി കുറച്ച് ദൂരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഒരു പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തെ ആസ്ഥാന മന്ദിരം, ആ പാർട്ടിക്ക് ഏറ്റവും വലുത് സർക്കാരാണെങ്കിൽ പോലും സർക്കാരിനെക്കാട്ടിൽ പാർട്ടിയുടെ രീതി അനുസരിച്ചാണെങ്കിൽ ഏറ്റവും വലുത് ഈ പാർട്ടി ഭാരവാഹിയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ മന്ത്രിയല്ല വലുത്, പാർട്ടി സെക്രട്ടറി തന്നെയാണ് വലുത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കാരണഭൂതൻ എല്ലാം ഓൾ പവർഫുൾ ആയിപ്പോയി. എല്ലാം അദ്ദേഹം തന്നെയാണ്. സർവശക്തനായ ഒരാളായി മാറിക്കഴിഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക്, പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിക്ക് ഒരു വിലയില്ലാതായി. ഏതായാലും P ജയരാജനും അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി ഇന്നലെ നടത്തി. ഇവിടെ പാർട്ടിക്ക് വേറൊരു സെക്രട്ടറി ഉണ്ടായിരുന്നു എന്നൊക്കെ. അതെന്തായാലും MV ഗോവിന്ദൻ ഇട്ടുള്ള ഒരു താങ്ങാണ്. അപ്പം ഈ ജി സുധാകരൻ ചൂണ്ടിക്കാണിച്ച വിഷയം എന്താ? അത്രയും മുതിർന്ന നേതാവായ അയാളെ സൈബർ അറ്റാക്ക് നടത്തി. വെറും അദ്ദേഹത്തിൻ്റെ മക്കളെക്കായി പ്രായം കുറഞ്ഞവൻ അയാളുടെ തന്തയ്ക്ക് വിളിക്കുന്നു സൈബറിലൂടെ. അതുപോലെ TK ഗോവിന്ദനും അതുപോലെ പയ്യന്നൂരിലെ V കുഞ്ഞികൃഷ്ണനും ഞങ്ങൾക്ക് സീറ്റ് വേണമെന്നൊന്നും പറഞ്ഞല്ല അവർ പ്രശ്നം ഉണ്ടാക്കിയത്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത് രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചവർക്കെതിരെ നടപടിയൊന്നും എടുത്തില്ല. TI മധുസൂദൻ എന്ന് പറയുന്ന നിലവിലെ പയ്യന്നൂർ MLA, അയാളെ ഒഴിവാക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അയാൾക്കെതിരെ നടപടി വേണമെന്ന്, ഇത് അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കുഞ്ഞികൃഷ്ണനെ കള്ളനാക്കി. അദ്ദേഹം ഒരിക്കലും മത്സരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്ന ആളല്ല, പാർലമെന്ററി വ്യാമോഹമുള്ള ആളല്ല.
പക്ഷേ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം മത്സരിക്കുമ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ ആളെ നിർത്തിയാലും ജയിക്കുകയില്ല, എന്നാൽ പിന്നെ ഇയാളെ അങ്ങ് പിന്തുടർച്ചേക്കാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം വിജയിക്കുന്നത്. അതുപോലെ തന്നെ തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദൻ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് കണ്ണൂരിലെ. ടി കെ ഗോവിന്ദൻ പറഞ്ഞത് എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല, നിങ്ങൾ സുകന്യ സ്ഥാനാർത്ഥിയാക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് പാർട്ടി സെക്രട്ടറി തന്റെ പിൻഗാമിയെ സ്വന്തം ഭാര്യ തന്നെ അവിടെ മന്ത്രിയാക്കി മന്ത്രിയാക്കാൻ വേണ്ടിയായിരുന്നു. മന്ത്രിയാക്കണമല്ലോ. കാരണം അധികാരമില്ലാതെ പാർട്ടി സെക്രട്ടറിക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. പാർട്ടി സെക്രട്ടറി മകനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. നമുക്ക് ഇവിടെ പണ്ട് പോഡ്കാസ്റ്റ് എന്ന ഷർഷദൊക്കെ അയാൾക്കെതിരെ പരാതി അയച്ചിട്ടുണ്ട്. അയാളുടെ ഈ ദുരൂഹ ഇടപാടുകൾ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗോവിന്ദനും മകനും കുടുംബത്തിനെതിരെ അവരെ ആന്തൂർ സാജന്റെ ഇവർ വിദേശത്ത് പോകുമ്പോൾ അവർ ബന്ധപ്പെടുന്ന ചില ആളുകൾ എന്താണ് അത്ര നല്ല പശ്ചാത്തലമുള്ള ആളല്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതുപോലെ ആന്തൂർ സാജന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പി കെ ശ്യാമള എന്ന് പറയുന്ന ഗോവിന്ദന്റെ ഭാര്യ അവർ പ്രതിക്കൂട്ടിലല്ല, അവരുടെ പേരിലാണ് അത് വന്നത്. ഒടുവിൽ ആന്തൂർ സാജന്റെ ഭാര്യയ്ക്ക് അവിഹിത ബന്ധം ഉണ്ടെന്ന് പ്രചരിപ്പിച്ച് അയാളുടെ മരണാനന്തരവും നാണം കെടുത്തുകയാണ് ഇവർ ദേശാഭിമാനി ചെയ്തത്. അപ്പം അത്തരത്തിലുള്ള ഒരാളെ എം വി ഗോവിന്ദന്റെ ഭാര്യ ആയതുകൊണ്ടല്ല അവരെ നിർത്തിയെന്നാണ് പറയുന്നത്. അവർ പാർട്ടിയിൽ അവർ നേരത്തെ അവിടെ നഗരസഭാ ചെയർപേഴ്സൺ അന്നാണ് ഈ ആന്തൂർ സാജൻ അനുമതി ചെയ്യുന്നത്. അതെ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും കുഞ്ഞികൃഷ്ണനും പിന്നെ ടി കെ ഗോവിന്ദനും സുധാകരനും ചൂണ്ടിക്കാണിച്ചത് വ്യക്തമായ കാര്യം. പിന്നെ ഇവർക്ക് ഒരു മണ്ഡലം കൂടെ പോയിട്ടുണ്ട് ഈ ഇത് പ്രകാരം. എന്താ ഇങ്ങനെ ഒരാൾ വിട്ടുപോയത് കൊണ്ടെന്ന് പിന്നെ നമ്മുടെ എസ് രാജേന്ദ്രൻ ദേവികുളം. അപ്പം എസ് രാജേന്ദ്രൻ അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് കൊണ്ട് അയാൾക്ക് എന്താ പറയുന്നത്, അയാൾ വോട്ടുകൾ പിടിച്ചു മാറ്റിയത് കാരണമാണ് അവിടെ എഫ് രാജ എന്ന UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. കാരണം ഇത് ഞങ്ങൾ അവിടെ സർവേ നടത്തിയപ്പോൾ തന്നെ നമുക്ക് തോന്നിയിരുന്നു എഫ് രാജ ജയിക്കും. ഈ രാജേന്ദ്രൻ എന്തൊക്കെ പറഞ്ഞാലും തമിഴ് വോട്ടർമാർക്കിടയിൽ ഒരു നിർണായക ശക്തിയാണ്. അതെ, അയാൾ അവിടുത്തുകാരനാണ്. അയാൾ ഒരിക്കലും പാർട്ടിയുടെ ഒരു കെയർ ഓഫിലല്ല അദ്ദേഹം. അതെ, അത് അവിടുത്തെ ഈ തമിഴ് വംശജരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ അദ്ദേഹം സുപരിചിതനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വ്യക്തിബന്ധങ്ങൾ ഒരുപാടുണ്ട്. ആ വ്യക്തിബന്ധങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വോട്ടായിട്ട് മാറിയത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ വോട്ട് ചോർന്നത് ഇടതുമുന്നണിയുടെ ഭാഗത്ത് പോയി. അതുപോലെ ഈ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെ അണികൾ, തളിപ്പറമ്പിലാണെങ്കിലും അല്ലെങ്കിൽ പയ്യന്നൂരാണെങ്കിലും ഒക്കെ തന്നെ, അവിടെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മണ്ഡലത്തിലൊക്കെ തന്നെ അണികൾ ഇവർക്കെതിരെ വോട്ട് ചെയ്തു. ഇനി ഇത് ആരാണെന്ന് വോട്ടിംഗ് യന്ത്രമാണ് മനസ്സിലാക്കാനുള്ള സംവിധാനമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരു പക്ഷേ അവിടുത്തെ പാർട്ടി അണികൾ തന്നെ പരസ്യമായി ഇവരുടെ ഈ കൊള്ളയ്ക്കെതിരെ രംഗത്തെത്താനുള്ള സാധ്യത കാണുന്നില്ലേ? അതുണ്ടാവും. അല്ല, തുടങ്ങി. ഇന്നലെ തന്നെ പോരാളി ഷാജി കോൺഗ്രസ് പാർട്ടി ചേർന്നല്ലോ. പോരാളി ഷാജി പോസ്റ്റ് ഇട്ടല്ലോ, ഇവരാണ് വിജയശില്പികൾക്ക് എന്താ അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ശ്യാമളയുടെയും ഗോവിന്ദൻ്റെയും കൊണ്ട് ഒരു പടം എടുത്ത് ഇട്ടു. അപ്പോൾ അത്ര പോരാളി ഷാജി. അപ്പം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു, പോരാളി ഷാജി കോൺഗ്രസ് ചേർന്നു. അല്ല, അതുപോലെ ഇനി ഇത്രയും നാൾ ഭയമാണ് അവിടെ പാർട്ടി ഗ്രാമങ്ങളെ എന്തെങ്കിലും തുറന്ന് പറഞ്ഞു പോയാൽ അവൻ ആക്രമിക്കുമെന്നുള്ളതിന് കൊല്ലുമെന്നുള്ളതുണ്ട്. ഇനിയിപ്പോൾ ഈ കൊല്ലലൊക്കെ തൽക്കാലം നിർത്തിയെന്നു. അല്ലെങ്കിൽ ടി കെ ഗോവിന്ദനെയും ഈ കുഞ്ഞകൃഷ്ണനെയൊക്കെ കൊല്ലുമായിരുന്നു. പക്ഷേ ആ കാലമൊക്കെ പോയി. ഇനി പെണ്ണുകേസി കൊടുക്കാനും മാർഗമില്ല. ഇത്രയും പ്രായമൊക്കെ ആയി വലിയ ബുദ്ധിമുട്ടാണ്. വേണമെങ്കിൽ അവർ ശ്രമിച്ച് നോക്കും, നടക്കാതെ പോവും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ രണ്ടുപേരും MLA-മാരായില്ലേ? അവർക്ക് MLA-മാരുടെ പ്രിവിലേജ് ആയില്ലേ? പിന്നെ വഴി തടയായിരുന്നാൽ മതി. പണ്ട് MVR-ന്റെ കൂട്ട്. MVR ഇതുപോലെ വെല്ലുവിളിച്ചല്ലേ അഴീക്കോട് ജയിച്ചു മന്ത്രിയായില്ലേ? മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അങ്ങനെ വഴി തടയാൻ പോയിട്ടാണല്ലോ കൂത്തുപറമ്പ് രക്തസാക്ഷികൾ ഉണ്ടാകുന്നത്. എന്താണെങ്കിലും ഈ പറയുന്ന പോലെ തിരുത്തൽ ശക്തിയായി, തിരുത്തൽ ശക്തിയാണ്. പക്ഷേ ഇപ്പോഴും പിണറായി വിജയനോ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന പിണറായിസത്തെ പിന്താങ്ങുന്നവരോ ഈ തിരുത്തൽ ഇത് ലോകം മാറിയത് ഈ അവിടുത്തെ പല ആൾ അറിഞ്ഞിട്ടില്ലെന്നാണ് ഇവർ കരുതിയിരുന്നത്. പക്ഷെ അവർക്ക് മനസ്സിലായി സത്യം എന്താണെന്നുള്ളത്. സ്വന്തം മക്കളെ വിദേശത്ത് അയച്ച് പഠിപ്പിച്ച് അല്ലെങ്കിൽ സ്വാശ്രയ കോളേജ് അയച്ച് പഠിപ്പിച്ച് നല്ല ജോലിയും വാങ്ങിച്ച് അല്ലെങ്കിൽ ബിസിനസ് നടത്തി വിദേശത്തൊക്കെ നടത്തുമ്പോൾ അവിടെയുള്ള പാവപ്പെട്ട ഈ അണികളുടെ മക്കൾ അവർ വിദ്യാഭ്യാസം വിവരമില്ലാത്ത രീതിയിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇവരിതൊക്കെ ചെയ്തത്. പക്ഷേ കാലം മാറി. അങ്ങനെയൊന്നുമല്ല, അവർക്കൊക്കെ കാര്യം മനസ്സിലായി തുടങ്ങി. അവർക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇത്. ഇനി അങ്ങോട്ട് ഈ പിണറായി വിജയൻ്റെ CPM-ലെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതാണ്